അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 3 ദിവസം മുന്നേ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ഫാത്തിമ തസ്കിയ എന്ന കുട്ടി വയനാട്ടിലൊരു ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തസ്കിയയുടെ മരണശേഷം അവളുടെ വാപ്പ അവളെ കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടായിരുന്നു. അത് ഞാനിവിടെ കേൾപ്പിക്കാം. അള്ളാഹുവിൻ്റെ അലംഘനീയമായ സമയപരിധി കഴിഞ്ഞപ്പോൾ അള്ളാഹു അതിനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അള്ളാഹുവെ, നീ നല്ല നിലയിൽ സ്വീകരിക്കണേ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്നേക്കാൾ മുൻപന്തിയിലായിരുന്നു പല വിഷയത്തിലും ഫാത്തിമ തസ്കിയ. അവൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ചും സൂറത്തു റഹ്മാൻ ഞാൻ അവളെ കൊണ്ട് പലപ്പോഴും ഓദിപ്പിച്ച് കേൾക്കാൻ വേണ്ടി മാത്രം. അവൾ എന്നേക്കാൾ നന്നായി ഖുർആൻ ഓതി, അവൾ എന്നേക്കാൾ നന്നായി എഴുതി, അവൾ എന്നേക്കാൾ നന്നായി വരച്ചു, അവൾ എന്നേക്കാൾ നന്നായി പഠിച്ചു, അവൾ എന്നേക്കാൾ മുമ്പേ ഖുർആനിൽ വളരെയേറെ മനഃപ്പാഠമാക്കി. ഇപ്പോൾ എന്റെയും മുൻപേ അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വോയിസ് ഞാൻ കേട്ടതിന് ശേഷം ഞാൻ ആ വാപ്പന്റെ ഈമാനിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു. ഒന്ന് പൊട്ടിക്കരയുക പോലും ചെയ്യാതെ വളരെ ധൈര്യത്തോടു കൂടി ആ വാപ്പ മകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈമാന്റെ പവറാണ് അദ്ദേഹത്തിന് ക്ഷമയും ധൈര്യവും നൽകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും അത് താങ്ങാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു പവർ, ഒരു അൾട്ടിമേറ്റ് പവർ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. പിന്നെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് തരും എന്ന് വെച്ച് താങ്ങാൻ പറ്റുന്നതിലപ്പുറമൊന്നും തരൂല. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതേ പഠിച്ചോ നമുക്ക് തരും. കാരണം കരുണാനിധിയായ രക്ഷിതാവാണ് അള്ളാഹു, അല്ലെ? ലോകത്തിന്റെ രക്ഷിതാവാണ് അള്ളാഹു. മുസ്ലിം സമുദായത്തിന്റെ രക്ഷിതാവ് എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിനെ ആരാധിക്കുന്നവനും ആരാധിക്കാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ ഈമാൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഈമാൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കഴിവൊന്നുമില്ല, അത് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. ഈമാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വലിയ സൂഫിയാവണമെന്നൊന്നുമില്ല. അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം, അതാണ് നമുക്ക് ഈമാൻ നൽകുന്നത്. അപ്പോൾ അള്ളാഹു നമ്മുടെ ഏവരെയും ഈമാനുള്ള വില ഉൾപ്പെടുത്തട്ടെ. അതുപോലെ ഫാത്തിമ തസ്കിയയുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ആഹ്മത്തിൽ വിജയം ചെയ്ത് ഉൾപ്പെടുത്തട്ടെ. ആമീൻ.